ലോകം പറയുന്ന വാക്ക് കേട്ട് ശപിക്കപ്പെട്ട ജന്മമാണ് എൻ്റേതെന്ന് പറഞ്ഞ് സ്വയം ഉരുകിത്തീരാതെ ശാപത്തെ കാൽവറി കുരിശ് നീക്കുക യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ കഴിയുമോ? ജാതകവും നാൾപ്പൊരുത്തവും സാമൂഹികമായ അനീതിയുമൊക്കെ നിന്നെ കടന്നു പിടിച്ച് നിന്റെ ജീവിതം തകർന്നു പോകുമെന്ന് പറയുന്നതിന് മുമ്പിൽ യേശു നിന്നെ ഉയർത്തും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം യേശുവിനോട് പറ, എന്നെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിപ്പാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ. തീർച്ചയായും കുഞ്ഞെ, യേശു കർത്താവ് ശപിച്ചവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തി മാനിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ തൻ്റെ ജീവിതത്തിൽ ആരൊക്കെയോ പറഞ്ഞു കേട്ട് ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ് കരഞ്ഞും വിലപിച്ചും എൻ്റെ അടുക്കലേക്ക് വന്നു. ഞാനിങ്ങനെ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, ചൊവ്വായ്ക്കും ദോഷമില്ല, ബുധനും ദോഷമില്ല, വ്യാഴത്തിനും ദോഷമില്ല, വെള്ളിക്കും ദോഷമില്ല. നീ ദോഷമുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ദോഷം വരും. പക്ഷേ എല്ലാ ദിവസവും നല്ല ദിവസമെന്ന കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നല്ല ദിവസം എന്ന് പറഞ്ഞ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറ, ഈ ചൊവ്വാദോഷത്തിൻ്റെ പേര് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തണം മുന്നിൽ, അങ്ങ് എന്നെ ഉയർത്തണമെന്ന്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്റർ, ചൊവ്വയും മാറി, ബുധനും മാറി, വ്യാഴവും മാറി, ദൈവം എനിക്കൊരു നല്ല ജോലി തന്നു, എനിക്ക് നല്ലൊരു കുടുംബം തന്നു. പാസ്റ്റർ, ജീവിക്കുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടു, അവനത്ര കർത്താവ് യേശു ക്രിസ്തു. പാസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സന്തോഷത്തോടെ നിങ്ങളോടും പറയട്ടെ. ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വെള്ളിയുടെയും ശനിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് അതിൻ്റെ അപഹാരം കൊണ്ടാണ് നീ തോറ്റുപോകുന്നതെന്ന് പറയുന്നതിന് മുമ്പിൽ കുഞ്ഞെ വ്യക്തമായി പറയണം, എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കഴിവുകളിനെ ചോദ്യം ചെയ്തതിന് മുമ്പിൽ കഴിവുള്ളവനായി ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയിച്ച് പുറത്തു വരും. ഗോഡ് ബ്ലസ് യു.